ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ക്യാപിറ്റൽ സിറ്റിയിൽ സൗത്ത് ഗ്ലോബൽ AI സമ്മിറ്റ് നടക്കുകയാണ്. അതായത് നേരത്തെ അത് പ്രഗതി മൈതാനായിരുന്നു, അത് മാറ്റിയിട്ട് മണ്ഡപം, അതായത് G20 സമ്മിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറ്റി പ്രധാനമന്ത്രിയുടെ ആഗ്രഹപ്രകാരം അതിനെ ഒരു ഗ്ലോബൽ എക്സിബിഷൻ കം കോൺഫറൻസിൻ്റെ രീതിയിലാക്കി മാറ്റി. അവിടെയാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് പങ്കെടുക്കുന്നു, റഷ്യൻ പ്രസിഡന്റ് ലുല അതിൻ്റെ ഒരു പ്രഭാഷകനായിരുന്നു. അതേപോലെ തന്നെ ഗ്ലോബൽ IT കമ്പനിയുടെ AI കമ്പനിയുടെയും CEO ഏറ്റവും ടോപ്പായിട്ടുള്ള 90ഓളം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ടോപ്പ് കമ്പനികളുടെ ഏകദേശം 160 മുതൽ 200ഓളം ഗ്ലോബൽ കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവുകൾ അവരുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ കമ്പനികളുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആദ്യം ഒരു കാര്യം പറയാം. സോഷ്യൽ മീഡിയയിൽ കൂടി ഇവിടെ ഡൽഹിക്കടുത്ത് ഗ്രേറ്റർ നോയിഡ റോഡിൽ ഗെഹ്ലോട്ടിയ യൂണിവേഴ്സിറ്റി അവരുടെ സ്വന്തമാണ്, അവർ തന്നെ രൂപകൽപ്പന ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു ഈ റോബോട്ടിക് ഡോഗ് എന്ന് പറയും. നിങ്ങൾ കണ്ടു കാണും ഈ ചൈനീസ് സംഭവമൊക്കെ. ഈ ചിലപ്പോൾ ഈ പലയിടത്തും ഇതിനെപ്പറ്റി കാണിക്കുന്നുണ്ട്. ഇത് ഗ്ലോബൽ സാധനമാണ്. ഇത് ഈ പറയുന്ന ഗെഹ്ലോട്ടിയ യൂണിവേഴ്സിറ്റി അവരുടെ കുട്ടികളെ അവരുടെ അധ്യാപകരും എല്ലാം കൂടെ വന്ന് വലിയൊരു പവലിയൻ വാടകയ്ക്ക് എടുത്തിട്ട് അത് അവർ ഡെവലപ്പ് ചെയ്താണ്. 350 കോടി പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരിത് ഈ സ്നിപ്പറായിട്ടുള്ള ഈ പറയുന്ന ഡോഗിനെ അവർ ഡെവലപ്പ് ചെയ്തത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ സാധനമാണെന്നും നേഹ സിംഗ്, ആ കോളേജിൻ്റെ സീനിയർ അസോസിയേറ്റ് പ്രൊഫസറാണ്, ഒരു സ്ത്രീയാണ്, അവർ ദൂരദർശൻ ചാനലിൽ കൂടെ പറയുന്നു. ആദ്യം മനസ്സിലാക്കുക, ദൂരദർശൻ ചാനലിലെ ഇൻ്റർവ്യൂ അവർ എടുക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ഡോഗിൻ്റെ ഈ രൂപം, അതായത് റോബോട്ടിക് ഡോഗിൻ്റെ ഈ രൂപം, റോബോ ഡോഗ് എന്നതിന് പറയുന്നത്, അത് വലിയ വൈറലായ ശേഷം ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്തൊന്നും വലിയ ഗ്ലോബൽ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ദൂരദർശൻ ചാനൽ ഇവരുടെ അഭിമുഖവും ഈ കുട്ടികൾ ചെയ്യുന്ന പരിപാടികളും അവിടെ വേറെ എന്താണ്ടൊക്കെ സാധനങ്ങൾ, അതൊരു പ്രോഡക്റ്റ് അവരുടെ സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കാണിച്ച് ദൂരദർശൻ ചാനൽ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വലിയ സംഭവമായി മാറി. തുടർന്ന് ചൈനയിലുള്ള ചൈനീസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനൽ, വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ചാനലാണ്, അവരിതിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്ന് പറഞ്ഞ് അവർ സോഷ്യൽ മീഡിയ ട്വീറ്റ് ചെയ്തു. അതായത് ചൈനയിൽ നിന്നും $2,500 ഏകദേശം 2.5 ലക്ഷം രൂപ വരുന്നൊരു സാധനം ഇവിടെ വാങ്ങിയിട്ട് അതിവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരുണ്ടാക്കിയതാണ് 350 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണും. At the AI Summit, a lot of emphasis is on education, providing education to the young about AI, what AI is all about. And what do we have here? We have something very interesting out here. Look at this. That's a robot. It's a cute little robot. It's waving. Yes. That's the kind of technology that India is currently developing. And at the AI Summit, these are some of the crucial thing that you get to see. It's quite cute, it's quite heartwarming, and I have with me Professor Neha Singh. Hello, hi. Hi, how are you? I am good and welcome to the pavilion. Okay, Neha, I wanted to ask you, we see all this new technology happening here. We see this. So this is Orion. You need to meet Orion, and this has been developed by the Center of Excellence at the Galgotias University. I would also like to take a moment to brief you about Galgotias University. We are the first private university investing more than 350 crore rupees in artificial intelligence, and we have a dedicated data science and artificial intelligence block on the campus. So Orion has been developed by the Center of Excellences, and as you can see, it can take all shapes and sizes. And it's quite naughty also. It's quite naughty also, and it can perform small tasks of surveillance, monitoring. It can take all shapes from moonwalk to somersault. It can do all the gimmicks. And we see a lot of students here. What are they doing here? So here, this has India's first North India. It's the first iOS lab at our university,
And these are 10 iOS listed applications, all developed by our students on the campus, powered by Apple and Infosys. All these students have been developing iOS app. Hey, huge moment. Happy? Excited? Very, Huh? It generally happens when you see camera, you generally don't want to talk much about it. very confident lot they are. They look like very confident. And we see, this is very interesting. You have a drone inside a soccer ball. Yeah, these are the drone soccer balls. Okay, what do they do? So they basically, from the end-to-end engineering to the application, we have a simulation lab to an application arena, and that's India's first soccer arena on campus. You can play games. These are the center of lab that we have. That's the center of lab. And what else is this? This is a 3D printer, again developed by the students themselves. Okay, I wanted to ask the students themselves. So what exactly is that? What's your name? Rahat, my name. Rahat, tell us more about this. Well, this is a 3D printer that we use in our lab for fabricating the drone parts. We fabricate our own drone parts in the lab. This is one of the examples that we have. Was this created by your, or you guys got this from somewhere else? No, the university has actually provided us a lot of things along with this, the 3D printer and the soccer arena and all those things that helps us build and fly drones in the I wanted to see other things here. What is happening here? Here you can see all the young entrepreneurs. These are the startups developed by the students. They're all young entrepreneurs. Aspirational India, as Prime Minister Modi's vision is it. And they have developed these, they are the entrepreneurs and they are the startups that have been developed. And so can you talk any of I wanted to ask you what kind of financial help you guys give to your students here to start their startup. Depends upon what kind of a proposal it is, what kind of investment it is required, and the university is there to support the students from scratch to the top. How many startups right now you guys have? We have a lot. Those are the technicalities. I can take you to the person who's in charge of it. But you can talk to the students. They can tell you. I see. What exactly you are building here? So sir, basically we are building an AI system that can actually learn by itself. Okay. Who can code himself by its own code. Okay. No one is need for doing the coding in the back end, no developer team is needed. And it can replicate any sector. You can say it is receptionist, it's consultant. We have the companies who are taking our services and they don't have any consultant team because they have our AI. Okay. So we are building these type of AI systems and robots. Education is so crucial, and AI, which is going to be the future, AI education becomes even more important. Universities like Galgotias are pioneering that education for the people, for the students, to take India forward to becoming a Viksit Bharat by 2047. With camp person Yogesh, this is Taposh Bhattacharya for DD India from Delhi. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രം കള്ളത്തരവും കപടതയാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ IT മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്, അദ്ദേഹം ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്, പിന്നെ ബ്യൂറോക്രാറ്റായി, അതായത് IIT പ്രോഡക്റ്റാണ്. അദ്ദേഹം ഇത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഇന്ത്യൻ സാധനമാണെന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്യുന്നു. ഇന്ത്യ ഒരു വലിയ സംഭവമായിട്ട് മാറുന്നു. ഗ്ലോബലായിട്ട് നമ്മൾ ഈ പറയുന്ന AI ഒരു വലിയ സംഭവമായിട്ട് മാറുന്നു എന്നും പറഞ്ഞുകൊണ്ടങ്ങ് വന്നു. പിന്നീട് മനസ്സിലാക്കുക പിന്നീടുണ്ടായത്. അത് ഇന്നലെ രാത്രി തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു പല സാധനങ്ങൾ, ഇതേപോലെ ചൈനയുടെ സാധനം വെച്ച് കാണിച്ചു കൊണ്ടിരുന്ന പല ആൾക്കാർ ഈ സാധനം അങ്ങ് മുക്കി. അതായത് ഇത് കൊണ്ട് കാണിക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്നില്ല ഇന്നത്തെ ഡിജിറ്റലാണ് ലോകമെന്ന്. ഇതാണ് അതിൻ്റെ പ്രധാനം. അവരാണ് പറയുന്നത് അവരുണ്ടാക്കി, ഈ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന സാധനം കൊണ്ട് കാണിക്കുക. പണ്ട് നേരത്തെ കാണിക്കുമായിരുന്നു, പക്ഷെ ഇതാരും പിടിക്കാത്തതിൻ്റെ കാരണം അന്ന് ഇത്രയും ഡിജിറ്റലൈസ്ഡ് അല്ല ഈ ലോകം. ഇന്ന് ലോകം ഡിജിറ്റലൈസ്ഡ് ആണ്. ഇതോടുകൂടി ഇത് കയറി പിടിച്ചു നാണക്കേടിൻ്റെ നാണക്കേടായിപ്പോയി. അതുകൊണ്ട് വലിയൊരു ഇവൻ്റ് നടക്കുവാണ്. ആ ഇവൻ്റ് സമയത്താണ് ഇതേപോലെയുള്ള ചൈനീസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. മേക്കിംഗ് ഇന്ത്യ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാർ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ റിസർച്ചിനും പരിപാടിക്കും ഒന്നും പണമില്ല. ഗവൺമെൻറ്റിൻ്റെ GDPയിൽ 1.2% കണ്ട് ഈ പറയുന്ന റിസർച്ചിന് വേണ്ടി ഈ എഡ്യൂക്കേഷൻ റിസർച്ചിന് വേണ്ടി അവർ മുതൽ മുടക്കുന്നത്. പിന്നെ എങ്ങനെ ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ മേക്കിംഗ് ഇന്ത്യ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഇത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നത്
ചൈനയിൽ നിന്നും മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വരും. അതിവിടെ കൊണ്ടോ സ്ക്രൂ ഡ്രൈവർ വെച്ച് എല്ലാം കൂടെ ഫിറ്റ് ചെയ്യും. എന്നിട്ടത് മാർക്കറ്റിൽ കൊടുക്കും. ഇതാണ് മേക്കിംഗ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു സിംഹത്തിൻ്റെ രൂപം കാണിക്കുന്നു. ആ സിംഹത്തിൻ്റെ രൂപം പോലും ചൈനയിൽ ഉണ്ടാക്കിയാണെന്ന് ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നത്. ഇത് കൈയോടെ പിടിച്ചു. എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരുടെ ആ പവലിയനും മുഴുവൻ അവിടെ നിന്ന് മാറ്റാൻ പറയുന്നു. ഇനി ഇതേപോലെ മറ്റുള്ള സാധനങ്ങളും മാറ്റാൻ പറയും. കാരണം നാണക്കേടായിപ്പോയി. കാരണം ഗ്ലോബലായിട്ടുള്ള ഇത്ര റെപ്രസെൻറ്റേറ്റീവ്, ഗ്ലോബലായിട്ട് ഇഷ്ടംപോലെ AI-ആയിട്ട് IT ആയിട്ട് ബന്ധപ്പെട്ട മീഡിയ അത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന AI പറ്റി എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. ഒരു കാര്യം പറയാം, AIയിൽ നമ്മൾ സംഭൂജ്യരാണ്. പക്ഷേ AI-യുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ്. കാരണം ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമ്മുടെ റിസർച്ച് പരിപാടി നമ്മൾ ഇന്ന് വലിയ പൂജ്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പം AI-യുടെ പറ്റി ഒരു ചരിത്രം നോക്കുകയാണ്. 1970-കളിലാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും മറ്റും AI-ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ചും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 80ഓടുകൂടി അമേരിക്കയിൽ പലയിടത്തും AI ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഇതൊരു ട്രെൻഡായിട്ട് അമേരിക്കയിൽ മാറി. അതോടുകൂടി IT മേഖലയിൽ നിന്ന് ആൾക്കാർ AI മേഖലയിലോട്ട് വരാൻ തുടങ്ങി. അതിൻ്റെ ഒത്തിരി ഇന്ത്യക്കാരുണ്ടായിരുന്നു. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റിയിലും ഇവിടെ പറയുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഇതിനൊന്നും ഫണ്ട് മുടക്കാൻ തയ്യാറല്ല. കാരണം ഇത് ശരിക്കും പണം മുടക്കിയാൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ള റിസർച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമൊന്നുമല്ല. അപ്പം അതേപോലെ തന്നെ 2000 കൂടി AI-യുമായിട്ട് ബേസ് ചെയ്ത് ചൈന ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളും അതിൻ്റെ റിസർച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 2010 കൂടി ചൈന ഈ പറയുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. AI-ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, അതായത് ഹ്യൂമനോയിഡ്സും യന്ത്ര മനുഷ്യൻ സാധനങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി. മനസ്സിലാക്കുക, 2017 കൂടി ചൈന ഇതിൻ്റെ എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 മാറി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും AI ബേസ്ഡ് ആയിട്ടുള്ള കാറുകൾ, അതായത് ഡ്രൈവർമാരില്ല, അതില്ല, ഇതില്ല. ഇപ്പം ചൈനയുടെ പുതിയ GO2 എന്ന് പറയുന്നൊരു കമ്പനി ഇറക്കിയിട്ടുണ്ട്. അതായത് പട്ടാളക്കാരെ AI ആയിട്ട് നിർത്തുക. അതിനാണെങ്കിൽ അതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി എടുത്ത് അത് പാസ് ചെയ്യും, അത് ചാർജ് ചെയ്ത് ആ പട്ടാളക്കാരെ നിൽക്കുക. അപ്പം ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ചൈന പോകുന്നത്. അമേരിക്ക അതിനേക്കാൾ ഫാറായിട്ട് റിസർച്ചും ഫൗണ്ടേഷനും ഒക്കെയാണ് അമേരിക്ക. പക്ഷേ ഇത് പ്രാക്ടിക്കലി ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ചൈനയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ AI-യുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ റിസർച്ച് ഒന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല. നമ്മളിത് വരാൻ ഒത്തിരി സമയമെടുക്കും. AI ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഈ കോൺഫറൻസിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് ഇന്ത്യയിലുള്ള പല ജോലികളും, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഏതൊക്കെ ജോലിയുണ്ട്, ഇപ്പം IT മേഖലയുണ്ട്, മറ്റു പല മേഖലയിലുണ്ട്. ഇഷ്ടംപോലെ ഇന്ത്യൻ ജനസംഖ്യ കൂടുതലാണ്. അതായത് വരാൻ പോകുന്ന 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഇന്ന് ഇന്ത്യയിലുള്ള ജോലിയുടെ 50% AI മുഴുവൻ എടുക്കും. ഇതാണ് ഇത്. ഈ ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് AI-യുമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് ഈ കോൺഫറൻസ്, ഈ സമ്മിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഇന്ത്യക്കാരായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനൊന്നുമില്ല. ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടാണ് ഈ ടെക്കി. പിന്നെ പല ഭാഗത്തും ചെറിയ രീതിയിലുള്ള പല സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചൈനയുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സംഭൂജ്യത്തിലാണ്. കാരണം ഞാനിത് ചൈനയെ പോയി കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ്. നമ്മളിപ്പം കയറുന്നു, നമ്മൾ വിശ്വമാണ്, കുടച്ചക്രമാണ്, ഇതൊക്കെ ചുമ്മാ അത് പറയുന്നതാണ്. ചൈനയുമായിട്ട് AI-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പുല്ലുമല്ല. അമേരിക്ക ഇതിൻ്റെ അവരാണ് റിസർച്ചും പരിപാടികളൊക്കെ ആദ്യം, അവരിതിൻ്റെ പയനിയറായിട്ട് നിൽക്കുകയാണ്. അവരെ ഈ കാര്യത്തിൽ തൊടാനും പറ്റത്തില്ല. പിന്നെ 2ാം സ്ഥാനം ചൈന, നമ്മൾ 3ാം സ്ഥാനം എന്ന് പറയുന്നു. 3ാം സ്ഥാനത്ത് പറഞ്ഞ മാൻ പവറാണ് ഈ സംഭവം. അതായത് ഇവിടെയുള്ള എഞ്ചിനീയേഴ്സും പല ആൾക്കാർ ഔട്ട്സോഴ്സിങ് പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നു, അതിൻ്റെ ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കുന്നു. ഇവിടെ ഉള്ളവർ ഈ പറയുന്ന വിദേശ കമ്പനികൾ അവിടെ പോയി ജോലി ചെയ്യുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള IT മേഖല മറ്റുള്ള മേഖലയിൽ ജോലി പകുതിയായിട്ടങ്ങ് കുറയുന്നു. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നത്. ഇന്ത്യക്ക് AI-ക്കകത്ത് ഒരു കുന്തവും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം പറയാം,
ഈ ചൈനീസ് സാധനങ്ങളാണ് മുഴുവൻ ഇവിടെ വന്നിട്ട് ഫിറ്റ് ചെയ്ത് അത് ചെയ്യുന്നു. ഇതൊക്കെ ആ സാധനങ്ങളാണ്. അത് അതിഭയങ്കരമായിട്ട് മുന്നോട്ട് പോയി. കാരണം ചൈനീസ് ഗവൺമെൻറ് ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം ChatGPT-യിൽ LLM ലാർജ് ലാംഗ്വേജ് മോഡൽ, അത് ഓപ്പൺ AI ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാദ്യം വളരെ വലിയ വൈഡ് റേഞ്ചിലില്ലായിരുന്നു. പിന്നീട് കോവിഡിന് തൊട്ട് മുമ്പായോ കോവിഡിന് ശേഷം ഇത് വൈഡ് റേഞ്ചായിട്ട് ഇന്ത്യ അത് ChatGPT ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പിന്നീട് മനസ്സിലാക്കുക, ഗൂഗിൾ വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ജെമിനി എന്ന സംഭവം വരുന്നു, വേറെ രീതി വരുന്നു, വേറെ മോഡലാണ്. അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ചൈന എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഡീപ് സീക്ക് ഉണ്ടാക്കി. അതായത് LLM ലാർജ് ലാംഗ്വേജ് മോഡൽ. ഇത്രയും നാളായിട്ട് 2026 പോലും ഇന്ത്യക്ക് ഒരു കുന്തം അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് വലിയ സത്യം. നമ്മളിപ്പോൾ ഭാരത് ഓ എന്നൊക്കെ പറയുന്നു. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു പോലും ആൾക്കാർക്കറിയാം. കാരണം ഇന്ത്യക്കാർ മുഴുവനും ഈ പറയുന്ന അമേരിക്കൻ സാധനങ്ങൾ AI ആയിട്ട് ബന്ധപ്പെട്ട് ഈ LLM മോഡലിന് അമേരിക്കയായി ബന്ധപ്പെട്ട് ചൈനീസ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവരുടേതാണ് ഈ കുത്തക. ഇന്ത്യക്ക് ഇതിനകത്ത് തിരിഞ്ഞു നോക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. ചിലപ്പോൾ പറ്റിയേക്കും. ആ ഒരു സമയത്ത് അത് മറ്റൊരു സ്റ്റേജിലോട്ട് പോകും. ആ ഒരു സംഭവമാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യം. ഇന്ത്യയിൽ ബ്ലഡ് ബാത്ത്, അതായത് ജോലി എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴത്തെ 50% മുഴുവനും ഇല്ലാതാകും. 100% സത്യമായ കാര്യമാണ്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ് AI-യുമായി ബന്ധപ്പെട്ട് ഹ്യൂജായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ന് വരെ ആ പണമൊന്നും, കാരണം നമ്മൾ ഏകദേശം $1 ബില്യൺ അടുപ്പിച്ചെങ്ങാണ്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ചൈനയാണെങ്കിൽ അമേരിക്കയാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ AI-യുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് എത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അതും സത്യമാണ്. പക്ഷേ ഇന്ത്യക്കാരെ വർക്ക് ഫോഴ്സ് ഗ്ലോബലായിട്ടുണ്ട് എന്നല്ലാതെ നമുക്കിതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഇത്ര സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് രൂക്ഷമാകാൻ പോവുകയാണ്. രൂക്ഷമെന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാകാൻ പോവുകയാണ്. അതാണ് ഈ സബ്മിറ്റ് കൊണ്ട് ഇതിനെപ്പറ്റി എന്താണ് ഈ സർവൈവ് ചെയ്യാൻ എന്താണ് വഴി, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനും പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് AI കൊണ്ട് ഇന്ത്യയിലെ തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 50% കുറയും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റ് ഓവർകം ചെയ്യുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഇത് കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ AI-ക്ക് പറ്റിയിട്ടില്ല. ഇനിയും IT മേഖലയിൽ അമേരിക്ക ഇത് ഡെവലപ്പ് ചെയ്തു. IT മേഖല അതിൽ ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബാക്ക് ഓഫീസ് വർക്കുകളാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് ഇപ്പം ചില റിസർച്ചും പരിപാടികളും പല കമ്പനികളിലും ഔട്ട്സോഴ്സിങ് ചില സംഭവങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് എക്യുപ്മെൻറ്റ്സ് മുഴുവനും ചെയ്യുന്ന ചൈനയായിരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ്. അപ്പം ഇതേപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ റിസർച്ചും പരിപാടികളും ഇനിഷ്യൽ സ്റ്റേജ് മുഴുവൻ അമേരിക്കയായിരുന്നു. പ്രോഡക്റ്റ് മുഴുവനും ചൈന ഉണ്ടാക്കുന്ന, അതായത് റോബോട്ടിക്, അതായത് യന്ത്രമനുഷ്യ റോബോട്ടിക്കും ഹ്യൂമനോയിഡും ഈ പറയുന്ന ഡോഗ് സംഭവങ്ങളൊക്കെ ചൈന ഉണ്ടാകുന്നു. അതേപോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പല മനുഷ്യനിരുന്ന് ചെയ്യുന്ന പല ജോലികളുണ്ട്. അപ്പം ഇപ്പോൾ ഗാർമെൻറ്റ് സെക്ടറിൽ, എക്സ്പോർട്ട് സെക്ടറിലാണെങ്കിലും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ തയ്യുന്നത്, തുന്നുന്നതും വെട്ടുന്നതും കട്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഈ ഹ്യൂമനോയിഡ് ചെയ്യുന്നു. ഇതാണ് സംഭവം. അപ്പോൾ അത്രമാത്രമാണ് ഇത് അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു പുല്ലുമായിട്ടില്ല. ഈ സംഭവം, ഈ ഡൽഹിയിലുണ്ടായ സംഭവം നാണക്കേടായിപ്പോയി. പല കമ്പനികളും ചൈനീസ് സാധനമാണ് കൊണ്ട് കാണിച്ചത്. അത് ഗ്ലോബൽ നാണക്കേടുണ്ടായി എന്ന് ഒറ്റ വാക്കിൽ പറയാം. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്ത് നാണക്കേടായിപ്പോയി.